ഇനി കാവടിയുടെ വീഡിയോസാണ് ഇനി വരാൻ പോണേട്ടാ. ഫുൾ കാവടിയുടെ വീഡിയോസ്. കതിര് വെട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോപ്പും പിന്നെ നമ്മൾ വാഴക്കൂമ്പാണ് അടിച്ചിട്ടുള്ളത്. വെട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ കത്രിക പിടിച്ച് വരലിൻ്റെ ഒക്കെ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ആഗസ്റ്റ് 5 കേട്ടോ. ഇന്ന് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നമ്മൾ കാവടിപ്പണി ആരംഭിക്കുകയാണ്. നമ്മുടെ അടുത്ത സീസണിലേക്കുള്ളത് 2024-25 സീസണിലേക്കുള്ള കാവടിപ്പണി നമ്മൾ ആരംഭിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ പോയിട്ട് തൃശ്ശൂർ ലിബേന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പേപ്പർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ കൂടി ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടോക്കൺ അടിക്കാനുള്ള പേപ്പർ കുറേ എടുത്തുണ്ട്, കുറച്ച് വരാനുണ്ട്. അപ്പോൾ നമ്മളിനി കാവടി പണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം അടിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിന് മുപ്പാട് നമ്മൾ എപ്പോഴും തലപ്പൂ ഉണ്ടാക്കാനും കൊന്നി ഉണ്ടാക്കാനും പിന്നെ നമുക്ക് കാവടി ഒട്ടിക്കാനുള്ള പേപ്പർ ടോക്കൺ അടിച്ചെടുക്കാനും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തിക്കും തിരക്ക് വേണ്ട. അപ്പോൾ നമ്മളെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫ്രെയിം അടിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അനിയനാണ് അടിക്കണത്. അപ്പോൾ അനിയന് കമ്പിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പൂ ഉണ്ടാക്കാനും കാവടി മുട്ടിക്കാനുള്ള ടോക്കൺ അടിക്കുക. ടോക്കൺ അടിക്കുക എന്ന് പറഞ്ഞാൽ പേപ്പറിൽ നിന്ന് റൗണ്ടിൽ വെട്ടി അത് കതിരടിക്കണം. കതിരടിക്കുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ കതിരടിക്കാൻ കൊടുത്ത് അതൊക്കെ സെറ്റാക്കി ഓരോ കാവടിക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാവടിപ്പണി ഏകദേശം ഈ കതിരുവെട്ടിലും ഈ തലപ്പൂ അടിക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 70% പണി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ പണികളൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തലപ്പൂവിനുള്ളതും കൊന്ന കുറക്കാനുള്ള സ്റ്റാറും പിന്നെ ഒട്ടിക്കാനുള്ള പേപ്പറും നമുക്ക് കതിര് വെട്ടാൻ കൊടുക്കാനൊക്കെ ഉള്ള പേപ്പറുകളൊക്കെ ടോക്കൺ അടിച്ചെടുക്കാൻ നമുക്ക്. അതാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് പേപ്പറുകളൊക്കെ കാണിച്ചാൽ എടുത്തത് ഈ പ്രാവശ്യം എടുത്തത്. ഇനി വരാനുണ്ട്, കളറുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം എടുത്തണ പേപ്പർ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ തലമുട്ടി ഒന്ന് കാണിച്ചു തരാം. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ തലമുട്ടി ഉണ്ടായിരുന്നു. അത് പുളിയുടെ മുട്ടിയാണത്. പേപ്പർ വെച്ച് നമ്മൾ ഡൈ വെച്ച് അടിക്കാനുള്ളതാണ്. അതിനാണ് ഈ തലമുട്ടി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ അടിച്ചടിച്ച് നാശമായി എന്ന് പറയാം. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പുതിയൊരു ഡൈ അടിക്കാനുള്ള ഒരു തലമുട്ടി വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ വാങ്ങി ഒരു 10-25 ഇഞ്ചിനടുത്തുണ്ട് റൗണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അധികം ഇത് തോന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരണം കേട്ടോ. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. മെയിനായിട്ട് തലമുട്ടി, പിന്നെ അടുത്ത് നമ്മൾ കാണിച്ചു തരാം ഡൈ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തലമുട്ടി കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് സംഭവം ഡൈ. ഇത് നമുക്ക് റൗണ്ട് അടിക്കാനുള്ളതാണ്. ഇത് റൗണ്ട് അടിച്ചിട്ട് വേണം നമുക്ക് കതിര് വെട്ടാൻ കൊടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ, ഈ റൗണ്ട് അടിക്കാനുള്ള ഡൈ കേട്ടോ. സ്റ്റാർ അടിക്കാനൊക്കെ ഉള്ള വേറെ ഉണ്ട്. അത് നമുക്ക് സ്റ്റാർ അടിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് റൗണ്ടാണ് എടുക്കേണ്ടത്. ഈ റൗണ്ടാണ് നമുക്ക് അടിക്കേണ്ടത്. ഇതാണ് കതിര് വെട്ടം നമ്മൾ കൊടുക്കേണ്ടത്. തലപ്പൂവിനും കതിര് വെട്ടണം, ഒട്ടിക്കാനും കതിര് വെട്ടണം. പിന്നെ ഇത് നമുക്കറിയാലോ. പിന്നെ ഇത് വെച്ച് അടിക്കാനുള്ളതാണ്. ചിറ്റിക നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം കേട്ടോ. പിന്നെ നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പർ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്ര പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം സ്പെഷ്യലായിട്ട് കളർ കിട്ടിക്കുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ കൊല്ലം വേറെ ആൾക്കാർ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിബേൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലിബേൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഈ കളർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബ്ലാക്ക് അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോയിൽ പേപ്പറാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് പേപ്പറാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ, ഇത് കോയിലാണ് കേട്ടോ. അപ്പോൾ കോയിലിന് വില കൂടുതലാണ് കിലോ. അതിന് താഴെ വരെയുള്ളൂ. കോയിലിന് തന്നെ വരുന്നുണ്ട്. നമുക്കൊരു 750-800 രൂപ വരുന്നുണ്ട് കോയിലിന് 1 കിലോന് ഈ പേപ്പറിന്. അതിൻ്റെ താഴെ ഇതും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് കോയിൽ പേപ്പർ, ഇത് പ്ലാസ്റ്റിക് പേപ്പർ. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ടോക്കൺ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു കളർ എടുത്ത് നമ്മൾ ആദ്യം ഒരു കാവടിക്ക് വേണ്ട ടോക്കൺ അടിക്കും. ഒരു കാവടിക്കൊരു 4 കിലോ 5 കിലോനൊക്കെയാണ് ഏകദേശം ഒട്ടിക്കാൻ വരാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിക്കും. പിന്നെ തലപ്പൂവിന് കണക്ക് കൂട്ടിയിട്ട് ഒരു 5-6 കിലോ നമ്മൾ എന്തായാലും ടോക്കൺ അടിക്കും. തലപ്പൂവിൻ്റെയും പിന്നെ ഒട്ടിക്കാനൊക്കെ കൂടിയിട്ട് ഒരു 5 കിലോ എന്തായാലും അടിക്കും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചെടുക്കുള്ളൂ. എന്തായാലും ഏറ്റവും കുറവ് തലപ്പൂവിനും കാവടി ഒട്ടിക്കാനും കൂടിയിട്ട് നമുക്ക് ഒരു 5 കിലോ 6 കിലോന് അടുത്ത് വേണം ഇപ്പോൾ ഒട്ടിക്കണമെങ്കിൽ. ഇപ്പോൾ പേപ്പറൊക്കെ ഭയങ്കര കനായി. ഇപ്പോൾ കനുണ്ട്. ആദ്യമൊന്നും കനം ഇത്ര വരുന്നുണ്ടാകുന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം കാരണം അപ്പോൾ ഇത്ര kg വേണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കനം കൂട്ടിയ കാരണം അപ്പോൾ ഇത്ര തൂക്കം വരും. ആദ്യമൊക്കെ ഒരു 4 കിലോ 3.5 കിലോ ചിലതൊക്കെ 2.5-3 കിലോനൊക്കെ വേണ്ടി വരുള്ളൂ.
ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് നിരോധനമാക്കിയപ്പോൾ ഇത്ര കേജ് വിൽക്കാൻ പാടില്ല. അപ്പോൾ ആ കനം കൂട്ടിയ കാരണമാണ് ഇത് നമുക്ക് ഇത്ര കിലോ വരണത്. അപ്പോൾ നമുക്കിത് ടോക്കൺ അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് ടോക്കൺ അടിക്കാൻ ഇനി കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കളർ പേപ്പർ എടുക്കുക. നമുക്ക് എന്നിട്ട് ഒരളവിൽ നമ്മളൊരു ഫ്ലൈവുഡ് അല്ലെങ്കിൽ വല്ല മൈക്കര എന്തെങ്കിലും പീസ് അങ്ങനെ മതി. ഒരളവ് വെച്ചിട്ട് നമുക്ക് പേപ്പർ മടക്കിയിട്ട് വേണം നമുക്ക് എന്നിട്ട് എടുത്തിട്ട് വേണം ഇത് ഡൈ അടിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുത്തിട്ട് നമുക്ക് ഇത് മടക്കാം. അപ്പോൾ നമുക്ക് ഏത് കളർ എടുക്കാം? എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള കളറ് വാഴക്കൂമ്പാണ്. നമുക്ക് വാഴക്കൂമ്പ് എടുത്ത് തരാം. ഓക്കെ, വാഴക്കൂമ്പ്. അപ്പോൾ നമ്മൾ കത്തി വാങ്ങി ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുക. ഇതിൽ മെല്ലെ പൊട്ടിച്ചു. അങ്ങനെ ഈ സംഭവം ഇങ്ങനെ ചെയ്തു. നമ്മൾ ഷീറ്റുമ്മ ഈ ഇത് വെച്ച് ഫ്ലൈവുഡിൻ്റെ പീസ് വെച്ചു. അത് നമ്മൾ സാധനങ്ങൾ മടക്കാം. ഇങ്ങനെ മടക്കാം കഴിക്കാം. അങ്ങനെ കറക്റ്റായിട്ട് മടക്കിക്കൊണ്ടേയിരിക്കുക. മടക്കി നമുക്കൊരു അടിച്ചാൽ കിട്ടണ ഡൈ അടിച്ചാൽ കിട്ടണ ഒരു കനുണ്ട്. കനം വരെ നമുക്ക് മടക്കണ്ട. അവരത് ഇഷ്ടമാണ്. അപ്പോൾ വലിയ കെട്ടലുകാരൊക്കെ പറയും ഇത്ര വെള്ളം അത്ര വെള്ളം. ഓരോരുത്തരും ഐഡിയ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ഒരു കനം വയ്ക്കുക. കനം എന്ന് പറഞ്ഞാൽ മടക്കുമ്പോൾ നമുക്കറിയാം എന്തോരം ആകുമ്പോൾ നിർത്തണം. അപ്പോൾ നമ്മൾ ആ ലെവലിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഷീറ്റ് മടക്കി കഴിഞ്ഞു. മടക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഇതായിട്ട് കിട്ടിക്കണം. അപ്പോൾ ഇത് ഫുള്ള് ഇതിൽ മടക്കി. പിന്നെ നമുക്ക് എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യും. എടുക്കുക, പകുതി എടുക്കുക. ഇങ്ങനെ സാധനം ഇങ്ങനെ കട്ട് ചെയ്യാം. നോക്കിയേ, ഈ സാധനം എടുത്ത് ഇങ്ങനെ മാറ്റാൻ നമുക്കൊരാൾ ഹെൽപ്പറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് സംഭവം ചെയ്യാം. ഒരാൾ മറയ്ക്കാൻ, ഒരാൾ അടിക്കുക, ഡൈ അടിക്കുക. ഇനി ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ ഡൈയിൽ കയറ്റിട്ട് അടിക്കുക. പക്ഷേ ഇതിനും കനാക്കട്ടെ നമുക്ക്. കണ്ട ഇത്ര കനായിട്ടുള്ളൂ. ഇതിനും കനത്തിന് നമുക്ക് ചിറ്റാം. ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ കാരണം അപ്പോൾ നമുക്ക് ഇതിനും കനത്തിന് വേണം ചിറ്റാം. ഓരോരുത്തർ ഇഷ്ടമാണ്. നമുക്കിനി ഡൈ അടിക്കും. അപ്പോൾ നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഡൈ അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഡൈ അടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പേപ്പർ എടുത്തു. അങ്ങനെ കാര്യങ്ങൾ വെച്ചു. നിറച്ച് പൊടി പേപ്പറിന് പ്രത്യേകം ഉണ്ട്. നിലത്ത് നമ്മൾ എങ്ങനെ അടിച്ചാലും ചെറിയ പൊടി ഉണ്ടെങ്കിൽ അത് പിടിച്ചിടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മുരുകനെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണം കേട്ടോ ഭഗവാനെ. അപ്പോൾ ഫസ്റ്റ് ഡൈ അടിക്കാൻ പോകണം കേട്ടോ. സംഭവം ഒരു അടിക്ക് അടിച്ചാൽ മതിട്ടാ. ഫസ്റ്റത്തെ ആയ കാരണം ഇനി തെറ്റി പോകണ്ട വെച്ചിട്ടാ സംഭവം. ഈ ഒരു അട്ടീന് പക്ഷേ ഇതിൻ്റെ ഇരട്ടി അട്ടിയാക്കാട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കനം കുറവാണ്. മണ്ണ് വേറെ എടുത്ത് ചീറ്റാന്ന് കാരണം നമുക്ക് കനം കുറവാണ് സംഭവം. അപ്പോൾ ഇതിനും കൂടുതൽ അട്ടി വയ്ക്കാം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ അടിക്കാം. ഞാൻ അടുത്ത ചീറ്റുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി കനാക്കാം. അതേനാട്ടാ ഫസ്റ്റ് അട്ടി വന്നു.
ഇതേമാതിരി ഇങ്ങനെ അറ്ററ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. സംഭവം സിമ്പിളൊന്നുമല്ല, അടിച്ചെടുക്കാൻ പണിയൊക്കെ കിട്ടാ. കുറച്ച് ടോക്കൺ അടിച്ചാൽ പോരാ. ഇത് 1 കിലോ ആവണമെങ്കിൽ കുറേ അടിക്കണം. നമ്മൾ വിചാരിക്കും ഒക്കെ സിമ്പിളാണ്. കാരണം കാവടി കൊണ്ട് നമ്മൾ ആടാൻ പോകുമ്പോൾ കാവടി റേറ്റ് പറയുമ്പോൾ അവർ വിചാരിച്ചത് സിമ്പിളായിട്ട് മെഷീനിലിട്ടാൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ കാവടി ഓട്ടം പിടിക്കുന്ന ആൾക്കാർ അവരുടെ റേറ്റ് പറയുമ്പോൾ അവർ ഇതെന്തിനും ഇത്ര കാശ് ചോദിക്കും. പക്ഷെ ഒരു കാര്യം കിട്ടാ, അവർക്ക് നാദസ്വരത്തിന് അല്ലെങ്കിൽ ശിങ്കാരിമേളത്തിന് ഇഷ്ടം പോലെ കാശ് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പണി എന്തോരം ചെയ്താലും കാവടി ചെയ്താലും അവർ കാണില്ല. നമുക്ക് എത്ര കാശ് മുടക്കിയിട്ടാ ഒരു കാവടി കിട്ടണമെന്ന് പറയും. അതുപോലെ ആട്ടക്കാശ് വളരെ കൂടുതലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. റിസ്ക്, ടെൻഷൻ അത് വേറെ. അപ്പോൾ പണിയുണ്ടെന്ന് പറയും. വേണ്ട എത്ര നേരമായിട്ട് ഇത്ര അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞാൽ അടിച്ചാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സ്പീഡായി വരും കേട്ടോ. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് അടിക്കുമ്പോൾ ഈ ചറപറന്ന് അടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, ചറപറ അടിച്ചു. ചറപറന്ന് അടിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ പുളിമുട്ടി എന്തിനാ കൊണ്ടുവന്നു? ഇതാണ് സംഭവം. കുറെ ആൾക്കാർ പുളിമുട്ടി വാങ്ങിക്കൊണ്ടിരുന്ന വെച്ച് ഇറച്ചി കച്ചവടം പറയും. ഇറച്ചി കെട്ടാന്ന് വെച്ചിട്ട് ഇത്രയാണ് കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇതിനി ഓരോ കിലോ 2 കിലോനൊക്കെ തൂക്കം നോക്കി നമ്മൾ പുറമെ കതിര് വെട്ടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ വെട്ടാം, പക്ഷെ അത്ര സിമ്പിളല്ല. കുറേ വെട്ടാണ്ട് നമ്മളെ കൊണ്ട് ഇല്ലേ. നമുക്ക് ആകാതെ ഇത് പുറമെ വെട്ടാൻ കൊടുത്തിട്ട് നമുക്ക് വേറെ പണി നോക്കുന്നുണ്ട്. പിന്നെ വേറെ പണികൾ നമുക്ക് ചെയ്യാം. അത് നോക്കാം. സംഭവം ഇത് 1 കിലോ വെട്ടാൻ 500 രൂപ കേട്ടാ. 1 കിലോ വെട്ടാൻ ഒരു ദിവസം ഒരാള് ചേച്ചി തന്നെ 1.5 കിലോ വെട്ടുന്ന ആൾക്കാരുണ്ട്. 1.5 കിലോ 2 കിലോ സ്പീഡുള്ള 2 കിലോനൊക്കെ വെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വീട്ടിലൊരു ചേച്ചി 2 കിലോ ഒക്കെ വെട്ടുമ്പോൾ ആലോചിക്കുക 1000 രൂപ ഈ പണിക്കാശ്. സ്കൂളിലേക്ക് കുട്ടികളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് 2 കിലോനൊക്കെ വെട്ടാന്ന് പറഞ്ഞാൽ അടിപൊളിയില്ലേ. വേണ്ട 1 കിലോ കിട്ടിയാൽ മതി, 500 രൂപ കിട്ടിയാൽ മതി. എന്നാലും നോക്കിയേ. പക്ഷെ കാര്യം കിട്ടാ, വെട്ടാൻ ബുദ്ധിമുട്ടൊക്കെ കിട്ടാ, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ കത്രിക പിടിച്ച് വിരലിൻ്റെ ഒക്കെ പരിപ്പണം. നമ്മൾ വിചാരിക്കും 500 രൂപ 1000 രൂപ കിട്ടും, 500 കിട്ടും. പക്ഷെ എല്ലാത്തിനും പണിയുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം നടക്കില്ലേ. അത് നമ്മൾ വെട്ടാണെങ്കിൽ തന്നെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. അവർ വെട്ടണവർ വെട്ടി വരുന്നത്. അത് ഞാൻ കതിര് വെട്ടി കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കതിര് വെട്ടി എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടേ, അതിന് വീഡിയോ ചെയ്യില്ല. അപ്പോൾ നോക്കിയേ, ഇത് വെട്ടിക്കണ വല മരി ഇതാണ് ഡൈ അടിച്ച ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മളെല്ലാ കളറും ഈ ഡൈ അടിക്കാൻ പോകണം. നമ്മളിനി സ്റ്റാർ അടിക്കുമ്പോൾ കാണിച്ചു തരും, കതിര് വെട്ടിയ വീഡിയോ എടുക്കും. പിന്നെ കാവടി ഫ്രെയിം വന്ന് കഴിയുമ്പോൾ അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. എല്ലാം ഇനി കാവടിയുടെ വീഡിയോസാണ് ഇനി വരാൻ പോണേട്ടാ. ഫുൾ കാവടിയുടെ വീഡിയോസ്. അപ്പോൾ കാവടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാ ആൾക്കാരും ഈ ചാനലിൽ ഇത് വന്ന് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബെല്ലൈക്കൻ അമർത്താം. പിന്നെ നമ്മുടെ പുതിയ ഇങ്ങനത്തെ ഇനി കാവടി വീഡിയോസ് കുറേ വരാണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സീസണിൽ പൊരിക്കണം കേട്ടോ നമുക്ക്. ശരി.